കോൺഗ്രസിലെ ഭിന്നിപ്പും അതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു സ്ഥിരം കാര്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ KPCC അധ്യക്ഷ സ്ഥാനത്ത് മറ്റൊരാൾ വന്നപ്പോൾ വീണ്ടും കെ സുധാകരൻ അതിന് വിമർശനവുമായിട്ട് വന്നിരിക്കുകയാണ്. മനഃപൂർവ്വമായിട്ട് തന്നെ ആരോ മാറ്റിയതാണ് എന്നുള്ള തരത്തിൽ. ഇത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സംസാരിക്കാന്നേ ഉള്ളൂ. എത്ര സംസാരിച്ചാലും കോൺഗ്രസ് നന്നാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പാർട്ടി നന്നാവണം, അതിൽ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ട്. കോൺഗ്രസ് പുറത്തേറെ സാധാരണ തട്ടിലുള്ള ആളുകൾ CPM-കാരുടെയും BJP-കാരുടെയൊക്കെ ദ്രോഹമൊക്കെ സഹിച്ച് എന്നിട്ടും കോൺഗ്രസ്സായി തുടർന്ന് ഒരുപാട് നിങ്ങളുടെ നാട്ടിലുണ്ടോ, എൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്, അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ പാവങ്ങൾ, അവരാണ് ഇവന്മാരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്, എപ്പോഴും ജയിപ്പിക്കുന്നത്. എവിടെ പോയി കഴിയുമ്പോൾ എൻ്റെ നിയോജനം വാഴശ്ശേരി കോൺഗ്രസിന് പുറത്തന്നെ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ കോൺഗ്രസിന് രണ്ടാമത് വലിയ കക്ഷി ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കുറേ ആളുകൾ ആ പാർട്ടിക്ക് വേണ്ടി ചത്ത് കിടക്കുന്നുണ്ട്. അവർക്കൊരു വോയിസ് ഇല്ല. അപ്പോൾ അവരുടെ ആഗ്രഹം, ഇപ്പോൾ പലരുടെ ആഗ്രഹം ഒന്ന് സോണിയാഗാന്ധിനെയൊക്കെ കാണുമെന്നാണ്. പ്രധാനം ഞാൻ പറഞ്ഞു, എൻ്റെ ഉമ്മ ഭയങ്കര കോൺഗ്രസ്സുകാരിയാണ്. നമുക്ക് അപ്പോൾ ഡൽഹി പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വാരി എല്ലാം കൂടി ഡൽഹി ഉമ്മയും കൂടി. ഉമ്മ രാജ്യമായി ഇതൊക്കെയാണ്. ഉമ്മക്കൊരു ഹാപ്പി ഇല്ല. ഞാൻ ഉമ്മയോട് ചോദിച്ചു എന്താ ഉമ്മ ഒന്ന് പ്രിയങ്ക ഗാന്ധി ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഉമ്മക്ക് എന്നെക്കാട്ടും പ്രിയങ്കനായ മകനാണ്. അപ്പം എൻ്റെ പെങ്ങൾ കോൺഗ്രസിൻ്റെ അടുത്ത് ലോക്കൽ നേതാവ്. എനിക്കിപ്പോൾ മാത്യു കൊല്ലാട് എൻ്റെ കൂടെ പഠിച്ചാണ്. OG JNU എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇവരൊക്കെ അറിയാം, ഇവർ ചർച്ചയ്ക്കുന്നവരൊക്കെ അറിയാം ഉണ്ണിത്താൻ. ഞാൻ പിന്നെ അത് ഇവർ കോൺഗ്രസിൻ്റെ വിഷയമല്ലേ, ഞാൻ അതിൽ ഇടപെട്ടില്ല. അത് ചെയ്ത ഞാൻ പെങ്ങളോട് നീ കാര്യം ചെയ്യും, നിൻ്റെ ഓഫിൽ ആരെയും വിളിച്ചു. അപ്പോൾ ഉള്ളത് അവിടെ അവിടെ രാഘവേട്ടൻ ആരെ വിളിച്ചപ്പോൾ അവർ ഒന്ന് അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് വേണുഗോപാലാണ്, KC വേണുഗോപാൽ. KC ഓർഗനൈസേഷൻ സെക്രട്ടറി ഇവരായിട്ട് നേരത്തെ റീച്ചുള്ളതാണല്ലോ. അപ്പോൾ അവൾ KC വേണുഗോപാലിനെ വിളിച്ചു. അപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ KCയുടെ സൗണ്ട് എനിക്ക് കേൾക്കും. KCന് ഒരു ബഹുമാനം ഇല്ലാത്തവർക്ക് എന്തൊരു വലിയ ഔദാര്യത്തിനാണ്. നമുക്ക് ബഹുമാനം കോൺഗ്രസ്സുകാരെ ഔദാര്യമൊന്നും വേണ്ട, പോയിട്ടില്ല. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടനൊക്കെ നമ്മളെ ഒരു ഞങ്ങൾ അനൽ ചർച്ചയിൽ അടിപൊളിങ്ങപ്പോൾ എന്നെ എന്തത് വലിയ സ്നേഹമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലൊക്കെ ബുദ്ധിമുട്ട് വന്നത് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് സഹായിക്കണോ എന്ന് ചോദിച്ചിട്ടുള്ള ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അങ്ങനെയുള്ള ഉണ്ട്, അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിലൊന്നും പോകാറില്ല. അങ്ങനെ ഇവിടെ വിളിച്ചു. അപ്പം അതുപോലെ ഇവിടെ എല്ലാം എന്തോ ഒരു റഷായി സംസാരിക്കും. ഞാൻ നീ ഫോൺ കട്ട് ചെയ്തേക്കും, അമ്മ പിന്നെ എപ്പോഴും കാണാം. അപ്പോൾ ഇതാണ് കാര്യം. ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അങ്ങനെ കുറേ പാവങ്ങൾ. എൻ്റെ അമ്മക്ക് ഞാൻ ഇലക്ഷൻ അനുസരിച്ചാൽ പോലും ഉമ്മ കൈപ്പത്തിക്ക് വോട്ട്. ഞാനിപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥി അനുസരിച്ചാൽ പോലും ഞാൻ BJP എന്ന് പറയാത്തത് താമര എന്നത് ഇനി അതിനുള്ള ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. CPM നമുക്ക് കുറച്ചിട്ട് ഒരു ബന്ധമുള്ള പാർട്ടിയാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ ബന്ധമുള്ള CPM-ആയിട്ട്. അപ്പം അനുസരിച്ചാൽ പോലും ഉമ്മ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. ആ ടൈപ്പ് ആളുകളാണ്. പക്ഷെ അവർക്കൊന്നും അവരാകപ്പാട് ആഗ്രഹിക്കുന്നത് ഒന്ന് സോണിയാഗാന്ധിനെ കാണണം, അല്ലെ അവരൊക്കെ പഴയ ജനറേഷൻ. സെൽഫി പോലും അവർക്കൊന്നും താല്പര്യമില്ല, ഒന്ന് കാണണം, സംസാരിക്കണം. അപ്പം ഇതാണ് സ്ഥിതി. എന്നിട്ട് ഇവർ കുറേ ആളുകൾ ഈ പാവങ്ങൾ കഷ്ടപ്പെടും. അവരിവിടെ ഇലക്ഷൻ സമയത്ത് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവും. മിക്കവാറും മണ്ഡലം പരിപാലിക്കുന്നതിന് പല ആളുകളും കൂടി, എക്സെപ്റ്റ് രാഘവേട്ടനെ പോലുള്ള ചില ആളുകൾ. അപ്പോൾ ഇവർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ കുറച്ച് ആടി കളിക്കുന്ന വോട്ടുകളുണ്ടാവും. അവരെ കയറിയിട്ട് ഇവരെങ്ങനെ സോപ്പടിക്കും. എങ്ങനെ സോപ്പടിക്കുന്നതെന്ന് എന്നോട് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ജനാധിപത്യ ഈ മര്യാദയില്ലല്ലോ ഞാൻ പറയുന്നത്. ഏതായാലും അങ്ങനെ സോപ്പിട്ട് അവരെ വോട്ട് ഒപ്പിക്കും, ജയിക്കും. എന്നിട്ട് ഇവർ ജയിച്ചു കഴിഞ്ഞാൽ പൊതുവെ ചെയ്യുന്ന ഈ ആടി കളിക്കുന്ന വോട്ടില്ല. ഇവർ നാളെ പിണറായി വിജയൻ അതിലും കൂടുതൽ ഓഫർ ചെയ്ത് അങ്ങോട്ട് വന്ന വോട്ടാണ്. അവരെന്ത് വന്നാലും ചെയ്തു കൊടുക്കും. സാധാരണ കോൺഗ്രസ് തന്നെ കാര്യത്തിന് പോയി കഴിഞ്ഞാൽ കടക്ക് പുറത്താണ്. ഇതാണ് ഒരവസ്ഥ. പക്ഷെ ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പോൾ ഈ ചില സ്ഥാനമാനങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ്സിൽ പോയി. കോൺഗ്രസ്സിൽ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇതുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസ്സിൽ മാത്രം ഇത്രയ്ക്ക് വെളിച്ചത്ത് വരുന്നത് ഈ പാർട്ടിയുടെ സ്വഭാവം കൊണ്ടാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുമ്പം നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം കിട്ടിയെന്ന് മുതൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയൊക്കെ ആയിരുന്നു. അന്നൊക്കെ വലിയ നല്ല ലീഡേഴ്സ് ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഒരു BJP ആധിപത്യ ഇന്ത്യയിൽ ഉണ്ടായത്. അന്ന് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി കോൺഗ്രസ് ഒന്ന് ശോഷിക്കാൻ കാരണം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിയിലുള്ള ഒരു നിയന്ത്രണമില്ലായ്മ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ പറയുന്നത് പുറത്ത് ഒന്നും ഒളിച്ചു വെക്കാതെ ഈ പുറത്ത് പറയുന്ന ഒരു സ്വഭാവമല്ലേ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ പുറകെ നടക്കുന്നത്? ഇതിന് എല്ലാത്തിനും ഒരു മര്യാദ ഒക്കെ വേണ്ടേ? ബൈജു ചോദിച്ചാൽ ഒരു മര്യാദ വേണ്ടേ? ജനാധിപത്യമൊക്കെ നല്ലതാണ്. പാർട്ടിയിൽ ഒരു കാര്യം വരുന്നതിന് മുമ്പേ പറയുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങളോട് പറയും. എന്നിട്ട്
എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണ് അത് മാധ്യമങ്ങളെ ആദ്യം അറിയിക്കും. അതിപ്പം CPM പറ്റിയിട്ടുണ്ട്. CPM ആ സ്വഭാവമല്ലായിരുന്നു ഈ മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് റൈഡ് ചെയ്യുന്ന പരിപാടി. പണ്ടൊക്കെ മന്ത്രിമാർ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ അവർ മാധ്യമങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM ഈ സ്വഭാവം. ഈ വൃത്തികെട്ട സ്വഭാവങ്ങൾ പെട്ടെന്ന് ആളുകൾ പഠിക്കും. നല്ല സ്വഭാവങ്ങൾ പഠിക്കാനാണ് പാട്. അപ്പം ഇങ്ങനെ ആദ്യം മാധ്യമങ്ങളുടെ മുന്നിൽ പറയുക, പാർട്ടിയിൽ പറയാതിരിക്കുക. എന്നിട്ട് അങ്ങനെ മാധ്യമങ്ങളാണ് ഇവരുടെ അജണ്ട തീരുമാനിക്കുന്നത്. മാധ്യമങ്ങൾ ഇവിടെ എന്തോന്ന് അജണ്ട ഉണ്ടാക്കാനാണ്? നിങ്ങൾ നോക്ക്, ഇവരുടെ തെറ്റിദ്ധാരണയാണത്. ഫുൾ ടൈം മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും. അത് നമുക്ക് നമ്മൾ ജീവിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താമെന്നല്ലാതെ ഫുൾ ടൈം മാധ്യമങ്ങൾ നിന്നത് വല്ല കാര്യമുണ്ടോ? ഞാനൊരു കാലത്ത് ഇപ്പോഴാണ് ഞാൻ ചുരുക്കിയത്. ഫുൾ ടൈം ദിവസം 3-4 ചാനലുകളായിരുന്നു, പല വിഷയങ്ങൾ. ഞാൻ അന്ന സമയത്ത് ഒരു ഇലക്ഷന് മത്സരിച്ചാൽ 10,000 വോട്ട് കിട്ടില്ല. മാധ്യമങ്ങൾ നിറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം ജിനേഷ് കുമാർ, റാണി MLA, റാണി പോന്നി, ജിനേഷ് കുമാർ പത്തനംതിട്ട MLA ആണ്. ജിനേഷ് കുമാർ എന്നങ്ങനെ ചാനൽ DYFIയുടെ നേതാവാണ്. ജിനേഷ് കുമാർ അവിടെ മത്സരിച്ചപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സീറ്റുകൾ അടുത്ത കാലത്ത് വൻതോതിൽ LDF പിടിച്ചെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ജിനേഷ് കുമാർ MLA. ജിനേഷ് കുമാർ ആർക്കെങ്കിലും അറിയും? ഇവിടെ 140 MLA എത്ര ആളെ നിങ്ങൾക്കറിയാം? അവരൊക്കെ അവരെ പണിയെടുക്കുന്ന ആളുകളാണ്. ഈ ചാനലിൽ നിന്ന് സംസാരിക്കുന്ന എത്ര ആളുകളെ നിങ്ങളറിയാം? അതിലാരെങ്കിലും എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ട് ഇലക്ഷൻ നിന്നിട്ട്? രാജ്യസഭയിലൊക്കെ പോയിട്ടുണ്ടാവും, ഒന്ന് ജയിച്ചിട്ടുണ്ട്. വലിയ ചാനലിൽ വന്ന് ഭയങ്കര സ്കോർ ചെയ്ത് പോകുന്നു, അവർ ഇലക്ഷൻ നിന്നോട്ട്. അത് വേറൊരു പ്രോസസ്സാണ്. CPM ഒരിക്കലും ഈ ചാനലിനൊന്നും അവരിപ്പോഴും വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. നിങ്ങൾ അയാളെ പറഞ്ഞു പോയി. അത് നരേന്ദ്രമോദി അങ്ങനെ തന്നെ. ആ ചാനലിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്ത്. ഇപ്പോൾ OG എൻ്റെ സുഹൃത്ത് ഞങ്ങൾ സുഹൃത്തെന്ന് പറയാൻ പറ്റും. ഞാൻ ജെന്നി പഠിക്കുക അവിടെ ഉണ്ട്, ബാച്ച്മേറ്റാണ്, സംസാരിക്കും. സുഹൃത്തെന്ന് പറയുന്നത് നമ്മൾ വളരെ ക്ലോസ് ആയ ആളുകളല്ലോ. OG നല്ല പയ്യനാണ്. OG അങ്ങനെ വലിയ എഴുതി സംസാരിക്കുക, വലിയ ഈ ചാനലിൽ പോകുന്ന ആളൊന്നുമല്ല. പണ്ട് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ അറിയുന്ന കാലത്ത് OG MLA ആണ്. OGനെ കടന്ന് വോക്കലായി നടന്ന ആളുകളുണ്ട്, വലിയ മീഡിയനെയൊക്കെ സോപ്പിട്ടാണ്. അവരൊന്നുമല്ല. അപ്പം അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പണിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ആളുകൾക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാകും. ആദ്യം നമ്മുടെ പാർട്ടി പുറത്തേ നമ്മളെ വിശ്വാസം വേണം. സുധാകരൻ്റെ ഒരു അസറ്റ് അതാണ്. സുധാകരന് കോൺഗ്രസ്സുകാർക്കൊരു വിശ്വാസമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പിണറായി വിജയൻ്റെ അസറ്റ് അതാണ്. പിണറായിയിൽ ആളുകൾക്ക് വിശ്വാസമുണ്ട്, മോഡിയിൽ ആളുകൾക്കൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ കരുണാകരനുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയിലുണ്ടായിരുന്നു. ഈ വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് പ്രശ്നം. കോൺഗ്രസ് ഇപ്പം അങ്ങനെ വിശ്വാസമില്ല, മീഡിയ അജണ്ടകൾ തീരുമാനിക്കും. CPM എന്തെങ്കിലും അജണ്ടകൾ മീഡിയക്ക് തീരുമാനിക്കാൻ പറ്റും. പോയി പണിയൊക്കെ മതി, എന്നിട്ട് ഇലക്ഷൻ ജയിച്ച് വരികയും ചെയ്യും. എന്നിട്ട് ഈ മീഡിയ പിണറായിൻ്റെ പിന്നാലെ നടക്കുന്നതിന് പിണറായി മീഡിയൻ്റെ പിന്നാലെ നടന്നിട്ടില്ല. അപ്പോൾ ഇവരാര് വന്നാലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. നമ്മൾ വെറുതെ ചർച്ച ചെയ്യുന്നതിൽ അവർക്ക് നന്നാവണമെന്നില്ല. അവർക്ക് ഇങ്ങനെ ലൈം ലൈറ്റ് നിറഞ്ഞു നിൽക്കണം, ചർച്ചകളുണ്ടാവണം. പക്ഷേ ഇപ്പം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ പുതിയ ആൾ വരുന്നു. അപ്പോൾ ഒരു നിയന്ത്രണം അവിടെ ഇപ്പോൾ സമയമായതേ ഉള്ളൂ, ഇപ്പം ഒരാഴ്ചയാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ കൂടി ആലോചിച്ചിട്ട് വേണ്ടേ? സാധാരണ നമ്മൾ CPM-ലെ MV ഗോവിന്ദൻ അല്ലാതെ നമ്മൾ നിലവിലുള്ള മന്ത്രിമാരെ പോലും കാണാറില്ല. പക്ഷെ ഒരു കാലത്തും BJP-യിലുണ്ടായിരുന്നു ഇത്തരത്തിൽ ഉണ്ട്. പക്ഷെ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒരു നിയന്ത്രണം വന്നു. ഇനിയെങ്കിലും ആ ഒരു ഏകോപനത്തിലേക്ക്, നിയന്ത്രണത്തിലേക്ക് വരുവാണെങ്കിലല്ല ഇനി ഒരു കോൺഗ്രസിന് ഒന്ന് രക്ഷപ്പെടാൻ പറ്റും, ഒന്ന് ഓർമ്മിക്കാൻ പറ്റും. അല്ല, അതാണ് കേഡർ പാർട്ടിയുടെ സംവിധാനം, അതാണ് CPM-ൻ്റെ സംവിധാനം. BJP-ക്കും അതുണ്ട്, പക്ഷെ ഇടയ്ക്കൊന്ന് ഡൗൺ ആയതായിരുന്നു. ഇത് കേഡർ പാർട്ടി അല്ലല്ലോ, അതല്ലേ പറയുന്നത്. ഇവർക്കാർക്കും എന്തും പറയാം. അതൊരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത് ശീലമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇത് KSU കാലം തൊട്ടേ ഇവർ കണ്ടു വളർന്ന ഇതാണ്. എല്ലാവരും അയ്മന സിദ്ധാർത്ഥനാകുക എന്നുള്ളതാണ് കോൺഗ്രസ് കണ്ടു വളർന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുധാകരനാവാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സുധാകരൻ എന്താണ്, പാർട്ടി പ്രവർത്തന കൂടെ നിന്ന് തല്ല് അടിയാണ് അടി. അത് സുധാകരൻ ഇവർക്ക് മാതൃകയല്ല. ബാക്കിയുള്ള അയ്മന സിദ്ധാർത്ഥനാണ് ഇവരുടെ മാതൃക. എന്ത് ചെയ്യാനാണ് ഈ പറയുന്നത്? നമുക്കാണ് കുറ്റം പറയുമ്പോൾ. അങ്ങനെ അല്ല, ഇലക്ഷൻ ജയിച്ചില്ല, ലോക്സഭാ ഇലക്ഷൻ ഏതാ സാഹചര്യത്തിൽ ജയിച്ചു ചെയ്താൽ അവർ നിങ്ങൾ മോഡിയെ തോൽപ്പിച്ചുകൂടെ? എന്താ തോൽപ്പിക്കാത്തത്? അപ്പോൾ അതിനൊരു കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.